അടുത്തതായി ശ്രീ അബ്ബാസ് പനക്കുള്ള. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വലിയവർക്ക് പല ആവശ്യത്തിനായിട്ട് വരാറുണ്ട്. എന്നും വലിയോറയിലേക്ക് വരുമ്പോൾ വലിയോറയ്ക്ക് എന്നൊരു ദുഃഖം, അതുപോലെ നഷ്ടബോധമൊക്കെയാണ് ഉണ്ടാവുക. കാരണം വേങ്ങര ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം വലിയോറയായിരുന്നു. വേങ്ങര പഞ്ചായത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വലിയോറയിൽ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. വേങ്ങര അങ്ങാടി ഉണ്ടാകുന്നതിന് മുമ്പ് മഞ്ഞായമാട് കടവില് ഇന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മളെ വിഷമത്തോടു കൂടി നോക്കുന്ന മേൽക്കൂരയില്ലാത്ത ചെറിയ പീടികകളൊക്കെ ഉണ്ട്. ആ പീടികകളായിരുന്നു അന്ന് വേങ്ങരയുടെ ക്രയവിക്രയത്തിന്റെ, ഇവിടുത്തെ വ്യാപാരത്തിന്റെ, ഇവിടുത്തെ വലിയ നമ്മുടെ സമ്പത്തിന്റെ ഒക്കെ അടയാളങ്ങളായി നിന്നിരുന്നത് വലിയോറയായിരുന്നു. ഇപ്പൊ നമ്മൾ ചരിത്രകം അന്വേഷിച്ച് വരുമ്പോൾ വലിയോറയ്ക്ക് എന്നും നഷ്ടബോധം, വിഷമം, സടയൊക്കെ കുടഞ്ഞുപോയി എല്ലാം നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ദുഃഖപ്രതീതിയിലാണ് വലിയോറ എന്നും എന്നെയൊക്കെ ഇവിടെ സ്വീകരിക്കല്. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മ ഇത് നമ്മുടെ വേങ്ങരയിൽ നമ്മൾ എന്നോ ആഗ്രഹിച്ചതാണ്. രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നമുക്കറിയാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മൾ രാഷ്ട്രീയ പക്ഷങ്ങളായി പിരിഞ്ഞു നിൽക്കുമ്പോൾ പരസ്പരം നമ്മൾ പോരടിക്കുകയും വികസന പ്രവർത്തനങ്ങളിൽ പോലും ഒന്നിച്ചു നിൽക്കാത്ത അവസ്ഥ, യാഥാർത്ഥ്യം നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. എല്ലാ പൗരന്മാർക്കും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളൊരു ബദലായിട്ട് എല്ലാവരും ആഗ്രഹിക്കാറ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണ്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ തോറ്റ ആള് പറയും ഇദ്ദേഹമാണ് നമ്മുടെ പ്രസിഡന്റ്. നമ്മുടെ തോറ്റ പാർട്ടിയുടെ ആള് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റ് ഇദ്ദേഹമാണ്, നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ജയിച്ച പ്രസിഡന്റാണെന്ന്. ആ ഒരു വിശാല മനസ്കത നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടാകുമ്പോഴേ രാഷ്ട്രീയ പ്രവർത്തനം സാർത്ഥകമാകുകയുള്ളൂ. അതിലേക്കുള്ളൊരു വലിയ കാൽവെപ്പാണ് ഇത്. അതുകൊണ്ട് ഇത് വേങ്ങര ഇന്ന് വലിയോറക്ക് അഭിമാനിക്കാം. ഇന്ന് വലിയോറയുടെ വീണ്ടെടുപ്പിന്റെ ദിനമാണ്. ഇനി ചിലപ്പോ ഞാൻ വരുമ്പോ, ഇന്ന് ഞാൻ വന്നപ്പോ എനിക്ക് തോന്നുന്നു വലിയോറ സന്തോഷത്തിലാണ്. അതുകൊണ്ട് നാളെ ചിലപ്പോ വേങ്ങര ഇത് ഏറ്റുപിടിക്കും. നിങ്ങളെ പഞ്ചായത്ത് ഞങ്ങളെ വേങ്ങര എടുത്ത പോലെ ചിലപ്പോ ഈ സൗഹൃദവും വേങ്ങര കട്ടെടുക്കും, അല്ലെങ്കിൽ കവർന്നെടുക്കും. അത് അത് നല്ല നന്മയാണ്. പക്ഷെ അത് കവർന്നെടുക്കുമ്പോൾ വലിയോറയിൽ അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അത് അതിന്റെ പ്രതാപത്തോടു കൂടി എന്നും വലിയോറയിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അതുപോലെ ഇവിടുത്തെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നമ്മളെ പ്രവാസികൾ എന്നും എല്ലാവരും പ്രവാസികളുടെ വിഷമങ്ങളെ കുറിച്ച് പറയും. എനിക്ക് ഇത്തരണത്തിൽ ഈ നോമ്പായതുകൊണ്ട് എനിക്ക് ഓർമ്മിക്കാനുള്ളത് ഒരു ചെറിയ കഥയാണ്. ഹജ്ജിന് പോയ കഥ എല്ലാ ആളും കേട്ടതായിരിക്കും. ഒരാള് ബഗ്ദാദിൽ ഒരു ചെരുപ്പ് കുത്തി ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് മോഹിച്ചിരുന്ന കഥ. അദ്ദേഹം ചെരുപ്പ് കുത്തുമ്പോൾ കിട്ടുന്ന ഓരോ തുണ്ട് നാണയവും ചെറിയ പാത്രത്തിലിട്ട് സ്വരൂപിച്ചു വെച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പണം ജിദ്ദയിലേക്ക് ഹജ്ജിന് പോവാനുള്ള, മക്കയിലേക്ക് പോവാനുള്ള പണം സ്വരൂപിച്ച ദിവസത്തില് അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു, നമ്മളൊരു നല്ല പൊരിച്ച മാംസത്തിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അടുത്ത വീട്ടിൽ നിന്ന്. നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങൾ ഈ പൈസ സ്വരൂപിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മളെ വീട്ടില് നമ്മൾ മാംസം വാങ്ങാറില്ല, വർഷങ്ങളായിട്ട് നമ്മൾ മാംസം വാങ്ങാറില്ല, കുട്ടികൾ മാംസത്തിന് വേണ്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വൈഫ് നിർബന്ധിച്ചിട്ട്, കനിഷ്ക പറഞ്ഞു വൈഫിന്റെ അടുത്ത് മെല്ലെയാണ് സംസാരിക്കാറെന്ന്. അതോ വൈഫ് ഇദ്ദേഹത്തെ നിർബന്ധിച്ചിട്ട് അദ്ദേഹത്തെ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അടുത്ത വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, കുറച്ച് എന്റെ കുട്ടികൾ കരയുന്നുണ്ട്, നിങ്ങളെ മാംസത്തിന്റെ സ്മെല്ല് കേട്ടിട്ട് നിങ്ങൾ കുറച്ച് മാംസം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതിന് കാരണം ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, ഞങ്ങള് ഒരാഴ്ചയായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി വിഷമിച്ച് കരയുമ്പോ ഞാൻ വഴിയിൽ ചത്തുകിടക്കുന്ന ഒരു കഴുതയുടെ മാംസം മുറിച്ചു കൊണ്ടുവന്നിട്ട് കുട്ടികൾ അറിയാതെ അവർക്ക് വേണ്ടി വേവിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരിക്കലും കഴിക്കാൻ പാടില്ല. ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് മാത്രമേ നമുക്കറിയാം ചത്തതിന്റെ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. എന്നാൽ ആ കഥ അവസാനിക്കുന്നത് ഹജ്ജിന് പോയ ഒരാൾ സ്വപ്നം കാണുമ്പോഴാണ്. അദ്ദേഹം സ്വപ്നം കാണുകയാണ്, ഈ ഹജ്ജിന് പോയ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹജ്ജൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന്. ഒരാളുടെ ബഗ്ദാദിൽ ഹജ്ജിന് വരാത്ത ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു ആരാണത്. ആ ചെരുപ്പ് കുത്തി അദ്ദേഹത്തോട് വന്ന് ചോദിക്കുകയാണ് ഈ കഥ. അപ്പോഴാണ് ഈ ഫ്ലാഷ് ബാക്കിൽ കഥ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രൂപയൊക്കെ കൂട്ടിവെച്ചിരുന്നു. ഇങ്ങനെ അടുത്ത വീട്ടിൽ പോയിട്ട് അവർ ഈ വിഷമം പറഞ്ഞപ്പോ ഞാൻ ഹജ്ജിന് വേണ്ടി കൂട്ടിവെച്ച ഈ പണം മുഴുവൻ ആ വീട്ടുകാർക്ക് കൊടുത്തു. എനിക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ആ
വർഷം ദൈവം സ്വീകരിച്ചത് ആ ഹജ്ജിന് പോകാത്ത വ്യക്തിയുടെ ഹജ്ജായിരുന്നു. മറ്റു ഹജ്ജിന് പോയ ആരുടെ ഹജ്ജും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ 12 മാസം ജീവിച്ചവരാണ്. നമ്മൾ ആരും ജീവിച്ചിട്ടില്ല. നമ്മൾ ആരുടെയും ജീവിതമായിട്ടില്ല. കാരണം നമ്മൾ ആരും സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നമ്മൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ 11 മാസവും അല്ലെങ്കിൽ 24 മാസവും സാക്രിഫൈസ് ചെയ്ത് കുടുംബമില്ലാതെ ജീവിച്ച പ്രവാസിയുടെ ജീവിതമായിരിക്കും ജീവിതം. അതായിരിക്കും ദൈവം സ്വീകരിച്ചത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർവ്വവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.